2 തിമോത്തി 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നത് എന്താണ്? നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, അതിനുപരി ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വചനങ്ങളെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചത് ആ സുബോധത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, സുബോധമില്ലാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകുകയില്ല. കാരണം സുബോധത്തിൻ്റെ ഉറവിടം യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ആ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരവും എല്ലാം ഒരു സുബോധമുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ ആയിരിക്കും. കാരണം പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താണ്? ഞങ്ങൾക്ക് യേശുവിൻ്റെ മനസ്സുണ്ട്, ബട്ട് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളും യേശു ക്രിസ്തുവിൻ്റേതുപോലെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ സുബോധം നമുക്ക് ഉണ്ടാകുക? സുബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വചനത്തോടെ പോവുകയാണെങ്കിൽ നമുക്ക് ആ സുബോധത്തിന് ഉറവിടമായ യേശുവുമായിട്ട് ഒരു കൂട്ടുമുട്ടൽ ഉണ്ടാകണം. വി മസ്റ്റ് ഹാവ് എൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 2 വചനം ഒന്ന് വായിക്കാം. 2-ാമത്തെ അവിടെ നമുക്കറിയാം, പിശാച് ബാധിതനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ ലേഖനം നമ്മളോട് പറയുന്നത്. അവിടെ ആ വ്യക്തി നമ്മൾ വചനത്തോട് വായിക്കുകയാണെങ്കിൽ മനസ്സിലാകാം, അവന് സുബോധമില്ലായിരുന്നു. അവനെ തന്നെ മുറിവേൽപ്പിക്കുമായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് കെട്ടിയിടാനും പറ്റിയില്ലായിരുന്നു. കെട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ അതെല്ലാം പൊട്ടിച്ച് അവൻ ആ പ്രദേശത്തുള്ള വ്യക്തികൾക്കൊക്കെ അവൻ ഒരു ഭയങ്കര ഒരു പേടിയുടെ ഒരു ഇതായിരുന്നു. ഹി വാസ് എ ടെറർ to the people who were around that place. അങ്ങനെയുള്ളൊരു വ്യക്തി ആ യേശു ക്രിസ്തു ആ വ്യക്തിയുമായിട്ട് ഒരു കണ്ടുമുട്ടൽ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് അസ്വസ്ഥതയുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ യേശുവിൻ്റെ ഒരു സുബോധം ഇല്ലാത്ത തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതോ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഏത് മേഖലയിലും സുബോധമില്ലാത്ത ഒരു വ്യക്തിയെ പോലെയാണ് എങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവായിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടായ പോലെ ഒരു കൂട്ടുമുട്ടൽ ഉണ്ടാകണം. ഒന്ന് വായിക്കുക സിസ്റ്ററെ, മർക്കോസ് 5:2. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ വാസം കല്ലറകളിലായിരുന്നു. അപ്പൊ കല്ലറയിലുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ്? അവൻ ഈസ് ഇൻ ബോണ്ടേജ് അല്ലേ? അവന് പുറത്തോട്ട് വരാൻ പറ്റുമോ? ഇല്ല. കാരണം അവനെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. പലപ്പോഴും സാത്താൻ അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ നമ്മളെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹമുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് യേശുവുമായിട്ട് അടുത്ത ഒരു സ്നേഹബന്ധം ഉണ്ടാക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ ചില ബന്ധനങ്ങളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമുക്ക് ആ യേശുവുമായിട്ട് നമുക്കൊരു വ്യക്തിപരമായ സ്നേഹബന്ധം ഉണ്ടാക്കുവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കാരണം നുഖങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഐസപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, പുഷ്ടി, ദാറ്റ് ഈസ് ദി അനോയിന്റിംഗ് ഓയിൽ വിൽ ഡിസ്ട്രോയ് എവറി യോക്ക്. നമുക്ക് യേശുവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലുള്ള എല്ലാ നുഖങ്ങളും തകർക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനോയിന്റിങ് ഇല്ലാതെ നമ്മൾക്ക് ഒരു സ്വാതന്ത്ര്യം, ഒരു ലിബർട്ടി കിട്ടുകയില്ല, ഒരു വിടുതൽ കിട്ടുകയില്ല. കാരണം നമുക്കറിയാം, ലാസറസിൻ്റെ ആ ഉപമ തന്നെ എടുക്കുകയാണെങ്കിൽ, ഉപമയല്ല, അവിടെ സംഭവിച്ചതാണ്. അവിടെ നമുക്കറിയാം, ലാസറസ് മരിച്ചു കഴിഞ്ഞിട്ട് അടക്കിയിരുന്നു. യേശു ക്രിസ്തു വന്നിട്ട് കല്ല് മാറ്റിയിട്ട് പറഞ്ഞു, ലാസറസ് നീ പുറത്തോട്ട് വരിക. എങ്കിലും പുറത്തോട്ട് വന്ന വ്യക്തി എങ്ങനെയായിരുന്നു വന്നത്? ബന്ധിതനായിട്ടായിരുന്നു വന്നത്. പിന്നെ അവന് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് യേശു ക്രിസ്തു പറഞ്ഞു, ലൂസ് ഹിം എന്ന്. അപ്പൊ അവനെ ബന്ധിച്ചിരുന്ന കെട്ടുകൾ അഴിഞ്ഞപ്പോൾ മാത്രമേ അവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം പറയുന്നുണ്ട്, എന്താണ്? നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രനാക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ബന്ധനത്തിൽ നമുക്ക് പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെതായ ഒരു അഭിഷേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ആ വിടുതൽ യേശുക്രിസ്തുവിനെ അഭിഷേകത്തിന് മാത്രമേ തരുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ വളരെ ഒരു പിശാച് ബാധിതനായി അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവന് തന്നെ അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ സുബോധമില്ലാത്ത വ്യക്തികളോട് നിങ്ങൾ എന്തിനാണ് ഇത് പ്രവർത്തിച്ചതെന്ന് ചോദിക്കുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ചീത്തയായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചോദിക്കുകയാണെങ്കിൽ അവനെ അറിവില്ല. കാരണം അവനെ കൺട്രോൾ ചെയ്യുന്ന, അവൻ്റെ മനസ്സിൻ്റെ മുകളിൽ ആധിപത്യം എടുക്കുന്നത് ഒരു ആത്മാവാണ്. ഇറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ്
അൺസൗണ്ട്നെസ്. കാരണം അവൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. പലപ്പോഴും അവന് ഒരു എന്നാ പറയുന്നത്, ഒരു ഇൻവോളണ്ടറി ആയിട്ടാണ് ആ ആക്ഷൻസ് വരുന്നത്. അവൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും അല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് അല്ലാതെ അശുദ്ധാത്മാവാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളും എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നടക്കുന്നത്. പക്ഷേ ആ അശുദ്ധാത്മാവ് എന്ത് പറയുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. കാരണം നമ്മളുടെ പ്രവൃത്തികളുടെ എല്ലാത്തിൻ്റെ ഉറവിടം എവിടെയാണ്? നമ്മളുടെ മനസ്സാണ്. അപ്പോൾ മനസ്സിലാണ് നമ്മൾക്ക് ഒരു സുബോധം വരേണ്ടത്. ഒരു സുബോധം വരേണ്ടത് എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ട് 6-ാമത്തെ വചനം ഒന്ന് വായിക്കോ. അവൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അപ്പം യേശു ക്രിസ്തു ആകുന്ന ആ സുബോധത്തിന്റെ ഉറവിടത്തിനെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അതിന്റെ കാരണം എന്താണ് നമസ്കരിക്കുന്നതിന്? കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം 9, 10, 11 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പിതാവായ ദൈവത്തിന് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. എന്താണ്? എല്ലാ മുട്ടുകളും മടങ്ങും. Every knee shall bow and every tongue shall confess that Jesus Christ is Lord. പ്രിയപ്പെട്ടവരെ, അത് അന്നും ഇന്നും എന്നേക്കും അതേ ഒരു സത്യമാണ്. അതുകൊണ്ടാണ് അവൻ കണ്ടപ്പോൾ തന്നെ ഇത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ആണെന്ന് അവൻ അറിയുകയും അവൻ അവിടെ വന്നിട്ട് ആ യേശുവിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ കാരണം നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു എല്ലാ ആധിപത്യത്തിൻ്റെയും എല്ലാ ശക്തികളുടെയും എല്ലാ പ്രഭുത്വത്തിൻ്റെയും മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ കാലിൻ്റെ കീഴിലാണ് ഉള്ളത്. അതുകൊണ്ട് അവൻ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവൻ 8-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? യേശു ക്രിസ്തു കൽപ്പിച്ചു, അശുദ്ധാത്മാവെ ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുപോവുക. യേശു ക്രിസ്തുവിനെ കൽപ്പിക്കുവാനുള്ള അധികാരമുണ്ടോ? ഉണ്ട്. കാരണം ആ അശുദ്ധാത്മാവിന്റെ മുകളിലാണ് യേശു ക്രിസ്തു ഇരിക്കുന്നത്. ഈസ് അണ്ടർ എവരി, ആ മനുഷ്യനെ ബാധിക്കുന്ന ആ അശുദ്ധാത്മാവിന്റെ മുകളിലാണ് യേശു ക്രിസ്തു ഇരിക്കുന്നത്. ഹീസ് അബവ് എവരി പവർ ആൻഡ് എവരി പ്രിൻസിപ്പാലിറ്റി, എവരി ഡൊമീനിയൻ ആൻഡ് എവരി നെയിം ദാറ്റ് ഇസ് നെയിംഡ് എന്നാണ് എഫീഷ്യൻസ് 1-ാമത്തെ അധ്യായം 20 മുതൽ 22 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന് അസാധ്യമായ ഒന്നുമില്ല. ഇത് നിങ്ങളുടെ ജീവിതം നിങ്ങളെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ശക്തി, അന്ധകാര ശക്തിയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് യേശു ക്രിസ്തു ആകുന്ന ആ രക്ഷകനുമായിട്ട് ഒരു കൂട്ടുമുട്ടലാണ്. ആ യേശുവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകുമ്പോൾ ആ യേശുവിൻ്റെ വചനം നിങ്ങളെ ബാധിക്കുന്ന ആ അന്ധകാര ശക്തിയെ നിങ്ങളിൽ നിന്ന് പുറത്താക്കാനുള്ള ശക്തിയുണ്ട്. ഇറ്റ് ഈസ് എ വേർഡ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്കറിയാം. ആ സൈനാധിപൻ എന്താ യേശുവിനോട് പറഞ്ഞത്? ലോർഡ്, ജസ്റ്റ് സ്പീക്ക് എ വേർഡ് ആൻഡ് മൈ സെർവന്റ് ഷാൽ ബി ഹീൽഡ്. ഒരു വചനം മതി പ്രിയപ്പെട്ടവരെ നമുക്കൊരു സൗഖ്യം കിട്ടുവാനായിട്ട്. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ ഒരു വചനം മതി സൗഖ്യത്തിന് വേണ്ടി. സൗഖ്യത്തിന് ഒരു വചനം മാത്രം മതി. ജീവനൊരു വചനം മതി. ഒരു വിടുതലിനൊരു വചനം മതി. ഒരു വീണ്ടെടുപ്പിനൊരു വചനം മതി. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? ഒരു വചനമാണ്. There is a word that we require. ഒരു വചനം. നമ്മൾക്ക് ആ തക്ക സമയത്ത് ദൈവം ഒരു വചനം റിലീസ് ചെയ്യും. അത് പരിശുദ്ധാത്മാവ് വഴി നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും അങ്ങനെ നമുക്ക് ആ മേഖലയിൽ നിന്ന് നമുക്കൊരു വിടുതൽ കിട്ടും. കാരണം എന്താണ്? നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. നീ വിശ്വസിക്കനുസരിച്ച് നിനക്ക് സംഭവിക്കും. വിശ്വസിക്കനുസരിച്ച് സംഭവിക്കും എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന അനുസരിച്ച് എനിക്ക് സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിച്ചു? 14-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും വിവരം അറിയിച്ചു. സംഭവിച്ചത് എന്തെന്ന് കാണുവാൻ പലരും പുറപ്പെട്ടു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. ലഘുവനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് അപ്പൊ നേരത്തെ എന്തായിരുന്നു? ഒരു വസ്ത്രമൊന്നുമില്ലാതെ, ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാതെ, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. യേശു ക്രിസ്തു അവനിൽ നിന്ന് അന്ധകാര ശക്തിയോട് പുറത്തോട്ട് പോകുവാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് സംഭവിച്ചു എന്ന് വായിച്ചേ. വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തു അവന് വല്ല മരുന്ന് കൊടുത്തോ? വല്ല ട്രീറ്റ്മെന്റ് കൊടുത്തോ? വല്ല സ്കാനിങ് ഒക്കെ ചെയ്തോ? ഇല്ല. യേശു ക്രിസ്തു ഒരു വചനം മാത്രമേ പറഞ്ഞുള്ളൂ. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് പോകുക. ഇപ്പോൾ ഇവിടെ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടത് യേശു ക്രിസ്തുവിൽ നിന്ന് ഒരു വചനം മതി പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്ക് പൂർണ്ണ ഒരു സൗഖ്യം കിട്ടുകയും സുബോധം നമ്മൾക്കുണ്ടാകും. അപ്പോൾ സുബോധത്തിന്റെ ഉറവിടം എവിടെയാണ്? യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ചില സാഹചര്യത്തിൽ മനസ്സിലാക്കണം, മനുഷ്യര് ഈ ദൈവത്തിന്റെ ആ പ്രവൃത്തി കാണുന്നത് പല രീതിയിലാണ്.
ആ മനുഷ്യൻ ആ പ്രദേശത്തെ വ്യക്തികളെ എല്ലാം ഭയപ്പെടുത്തി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കേണ്ടത്? ആ മനുഷ്യൻ സുബോധത്തോടെ ആകുകയാണെങ്കിൽ അവിടെയുള്ളവരെല്ലാവരും ആഹ്ലാദിക്കേണ്ട ഒരു സന്ദർഭമല്ലേ? പക്ഷെ അതിനു ഉപരി എന്താണ് സംഭവിച്ചത്? 17-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തുവിനോട് അവർ പ്രതികരിക്കുന്നുണ്ട്. എന്താണ് ഒന്ന് പറഞ്ഞു? അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിക്കുവാൻ തുടങ്ങി. അവരുടെ അതിർത്തി വിട്ടു പോകണമെന്ന്. കാരണം എന്താണ്? അവർക്ക് സുബോധം വന്നിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. അവരാ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിക്കുകയോ യേശുവിനെ ആരാധിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് സുബോധമില്ലാത്തതുകൊണ്ട് സുബോധത്തിന്റെ ഉറവിടമായ യേശുവിനോട് പറഞ്ഞു അവരുടെ നാട് വിട്ട് പോകണമെന്ന്. അതാണ് പ്രിയപ്പെട്ടവരെ അന്ധകാരം. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, രക്ഷ, ജീവൻ എല്ലാത്തിൻ്റെ ഉറവിടം യേശു ക്രിസ്തുവാണ്. പക്ഷെ ആ യേശുവിനെ സ്വീകരിക്കാൻ പലർക്കും പറ്റുന്നില്ല. കാരണം എന്താണ്? അവർ അന്ധകാരത്തിലാണ്. അന്ധകാരത്തിലായതിൻ്റെ കാരണം എന്താണ്? അവർക്ക് സുബോധമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അപ്പോസ്തലപ്രവർത്തനം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. Those were more fair-minded എന്നാ പറയുന്നത് than those in Thessalonica, in that they received the word of God with all readiness and searched the scriptures daily to find out whether these things were so. അവർക്ക് ഫെയർ മൈൻഡഡ്നെസ് എന്ന് പറയുന്നത് ഒന്ന് വായിക്കാം സിസ്റ്റർ. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു. They were more fair-minded. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടത് കൂടാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകൾ പരിശോധിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന് കൊടുക്കേണ്ടതായ ആ പ്രാധാന്യം കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? സുബോധമില്ലാത്തത് കൊണ്ടാണ്. They are not able to understand. They don't have a sound mind to understand. ആ ദൈവത്തിൻ്റെ വചനം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്നും അത് എൻ്റെ ജീവന് എന്തുമാത്രം എനിക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം അവരെ നിഷേധിക്കുകയാണ്. വേറൊരു വ്യക്തി, യേശുവുമായിട്ട് ഒരു കൂട്ടുമുട്ടലുണ്ടായ വേറൊരു വ്യക്തിയുണ്ട്, പൗലോസ്. സോളനായിരുന്നു യേശുവായിട്ട് കൂട്ടുമുട്ടലുണ്ടാകുന്നതിന് മുമ്പ് പേര്. അവൻ പൂർണ്ണമായിട്ട് ഒരു ദിവസം ചേഞ്ച്, ആ ഒരു പുതിയൊരു സൃഷ്ടിയായി മാറി. അപ്പോൾ അവന് പുതിയൊരു പേരും കിട്ടി. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 26 മുതൽ 26-ാമത്തെ അധ്യായം 12 മുതൽ 18 വരെ വചനങ്ങൾ വായിക്കാവോ? അല്ലെങ്കിൽ വായിക്കാം. അല്ലെങ്കിൽ 15-ാമത്തെ വചനം മതി, സമയം അധികം കാണുകയില്ല. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അപ്പോൾ അവിടെ നമുക്കറിയാം, ആ വചനം നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദമാസ്കസിൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ ഫോളോവേഴ്സിനെ പെർസിക്യൂട്ട് ചെയ്യാനായിട്ട് ദമാസ്കസിൽ എന്താ അധികാര കത്തുമായിട്ട് സോള് പോകുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം അത്. അപ്പോൾ യേശുവുമായിട്ടൊരു കൂട്ടുമുട്ടുണ്ടാകുകയും അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൻ ചോദിച്ചു, നീ ആരാണ് കർത്താവേ? അപ്പോൾ എന്താണ് പറഞ്ഞത്? നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന്. അപ്പോൾ ആ കൂട്ടുമുട്ടൽ കണ്ടപ്പോൾ പോളിൽ നിന്ന് സംഭവിച്ചു, ഒരു രൂപാന്തരം സംഭവിച്ചു. There was a total change in Paul. അത് കഴിഞ്ഞിട്ട് പോൾ എന്തായി? ഏറ്റവും ശക്തനായ ഒരു ഡിസൈപ്പിളായി, ഒരു അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ് ആയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവുമായിട്ട് ഒരു കൂട്ടുമുട്ടലുണ്ടായാൽ നമ്മുടെ ജീവിതത്തിന് ഒരു വ്യത്യാസമുണ്ടാകും. പലപ്പോഴും യേശുവുമായിട്ട് ആ ബന്ധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പഴയ രീതിയിൽ തന്നെ പോകുന്നത്. കാരണം നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഇറ്റ് ഇസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ അല്ലേ? ഗലാത്യരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്താണ്? ഐ ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. യേശുവോട് ഞാൻ ക്രൂശിതനായിരിക്കുകയാണ്. ഇറ്റ് ഇസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ആൻഡ് ദ ലൈഫ് ഐ നൗ ലിവ് ഇൻ ദ ഫ്ലെഷ് ഐ live by faith in the Son of God who died, gave himself for me and loved me. എന്നെ സ്നേഹിക്കുന്ന ആ യേശു ക്രിസ്തു വഴിയാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ യേശുമായിട്ടൊരു കൂട്ടുമുട്ടുണ്ടാകുമ്പോൾ നമ്മൾക്ക് പൂർണ്ണമായിട്ടൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ യേശുവുമായിട്ട് കൂട്ടുമുട്ടുണ്ടായപ്പോൾ പൗലോസിന് എന്ത് സംഭവിച്ചു? പൗലോസിന് സുബോധം വന്നപ്പോൾ അവന് ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് പറ്റി. കാരണം ലോകം മെച്ചമായിട്ട് കണക്കാക്കിയ പല കാര്യങ്ങളും അവൻ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചു. കാരണം എന്താണ്? അവന് സുബോധം കിട്ടി. എന്ത് ബോധമാണ്? ലോകത്തിൻ്റെ ബോധമല്ല, ദൈവത്തിൻ്റെ ബോധം, ദൈവത്തിൻ്റെ ജ്ഞാനം അവന് കിട്ടി. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 4 മുതൽ 10 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവൻ നേരത്തെ മുറുകെ പിടിച്ചിരുന്ന പല കാര്യങ്ങളും അവൻ ഇന്ന് അത് കഴിഞ്ഞിട്ട് യേശുവുമായിട്ടൊരു കൂട്ടുമുട്ടൽ ഉണ്ടായപ്പോൾ സുബോധം വന്നപ്പോൾ അവൻ അതൊക്കെ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള ഒരു കഴിവ് അവന് കിട്ടി, ഒരു കൃപ അവന് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്: ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിൻ്റെ ജ്ഞാനമായിട്ട് പൊരുത്തപ്പെടുകയില്ല.
കാരണം ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തേടി പോകുന്ന വ്യക്തികൾ ലോകം എപ്പോഴും ഭോഷൻ എന്നേ വിളിക്കുകയുള്ളൂ. കാരണം അത് അവർക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് യേശുവിനോട് ആ പ്രദേശത്തുള്ള വ്യക്തികൾ പറഞ്ഞു, നീ ഇവിടെ നിന്ന് വിട്ടു പോകണമേ. അവർക്ക് ജീവൻ്റെ ഉറവിടമായ യേശുവിനെ കാണാനോ അവനെ മനസ്സിലാക്കുവാനോ പറ്റിയില്ല. പക്ഷെ പോളിന് ഈ കൂട്ടുമുട്ടുണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ചിന്താഗതി തന്നെ മാറി. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാല്യൂ സിസ്റ്റംസ്, നമ്മുടെ തോട്ട് പാറ്റേൺസ് അതൊക്കെ മാറണം. എങ്കിൽ മാത്രമേ യേശു നമ്മളെ ഉപയോഗിക്കുവാൻ പറ്റുകയുള്ളൂ. ഫിലിപ്പിയർക്കാരുടെ 3-ാമത്തെ അധ്യായം 4 മുതൽ 10 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പോള് പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അവൻ ആരായിരുന്നുവെന്നും അവൻ എന്തൊക്കെയാണ് മുറുകെ പിടിച്ചിരുന്നതെന്നും അവന് എന്തൊക്കെ അത് വേണ്ട എന്ന് കരുതുവാൻ തീരുമാനം എടുത്തതും അത് എന്തിനാണ് അത് എടുത്തതുമെന്നും വചനം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. മറ്റാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അതിനേക്കാൾ അധികം കഴിയും. അപ്പൊ അവൻ പൗലോസ് ഒരു ചെറിയൊരു വ്യക്തിയൊന്നുമല്ലായിരുന്നു. സമൂഹത്തിൽ വളരെയേറെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. ആ ശ്രേഷ്ഠതയെ കുറിച്ച് 5-ാമത്തെ വചനം പറയുന്നുണ്ട്. അവൻ എന്തായിരുന്നു? അവൻ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ വംശമാണെങ്കിൽ ഇസ്രായേൽ വംശം, ദൈവത്തിന്റെ സ്വന്തം ജനം. പിന്നെ ഗോത്രമാണെങ്കിൽ ബെഞ്ചമിൻ ഗോത്രത്തിലായിരുന്നു, ഹീബ്രൂസിലായിരുന്നു, ഒരു ഫരീസിയായിരുന്നു. അപ്പൊ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ചില കാര്യങ്ങൾ പറയുന്നില്ല. അവന്റെ പഠിപ്പ് ആരുടെ കീഴിലായിരുന്നു? ഗമാലിയലിന്റെ കീഴിലായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്പർ 1 സിറ്റിസൺ എന്ന് പറയാം. പിന്നെ അവൻ എന്തായിരുന്നു? അവൻ അപ്പോൾ ഒരു തീക്ഷ്ണതയെ കുറിച്ച് ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ നിയമത്തെ സംബന്ധിച്ചാണെങ്കിൽ ഹി വാസ് ബ്ലെയിംലെസ് എന്നാ പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഒരു കുറ്റവും അവനിൽ കാണാൻ പറ്റുകയില്ലായിരുന്നു. അങ്ങനത്തെ ഏറ്റവും നല്ല ഒരു ശ്രേഷ്ഠമായ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. പക്ഷേ 7-ാമത്തെ വചനത്തിൽ അവൻ പറയുന്നുണ്ട്, എങ്കിലും ആർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കാൻ തയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ പൗലോസിനെ പോലെ ദൈവത്തിന് നമ്മളെ ഓരോന്നിനെയും വ്യക്തിപരമായി ഉപയോഗിക്കുവാൻ പറ്റും. ഇത് ഞാൻ എന്നോട് തന്നെയാണ് പ്രീച്ച് ചെയ്യുന്നത്. ബിക്കോസ് ഐ ഓൾസോ, നമ്മളെല്ലാവരും ഈ പൗലോസ് അപ്പോസ്തലനെ കാണണം. അതല്ലേ നമുക്കറിയാം. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, വി ആർ സറൗണ്ടഡ് വിത്ത് സച്ച് എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാണ് പറയുന്നത്. ഇത്ര സാക്ഷികളുടെ ഒരു സമൂഹം നമ്മളുടെ ചുറ്റുമുണ്ട്. ഇതാണ് പൗലോസ് അപ്പോസ്തലനെ പോലെ സാക്ഷികളുണ്ട്. നമ്മൾ അവരെ കണ്ട് പഠിക്കണം. അവർ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അല്ലാതെ അവരോട് പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയോ ചെയ്യണമെന്നല്ല പറയുന്നത്. വി മസ്റ്റ് ലേൺ ഫ്രം ദം. അവരെ കണ്ട്, അവരുടെ മാതൃക കണ്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരു തീരുമാനം എടുക്കുവാൻ നമ്മൾക്കും തയ്യാറായിരിക്കണം. പിന്നെ 8-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇവയെല്ലാം നഷ്ടമായി ഞാൻ കണക്കാക്കി. എന്തായിട്ട്? നഷ്ടമായിട്ട് ക്രിസ്തുവിനെ നേടേണ്ടതിനായി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ചവറായി കണക്കാക്കുകയും. അപ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലന് ഓരോ കാര്യത്തിന്റെയും വിലയെ കുറിച്ച് ഒരു അറിവ് കിട്ടി. ആ സൗണ്ട് മൈൻഡ് ഉപയോഗിച്ചപ്പോൾ he was able to consider all this as rubbish for the excellence of the knowledge of Jesus Christ എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന് വേണ്ടി ഇതെല്ലാം ഞാൻ നഷ്ടമാക്കുവാനായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കുവാൻ പറ്റി. അതൊന്നാണ്, അവന് സുബോധമുണ്ടായിരുന്നു. കാരണം ഞാൻ മുറുകെ പിടിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുമെന്നും അത് നാശത്തിന് വേണ്ടി ദൈവം മാറ്റിവെക്കുന്നതുമാണെന്ന് അവന് വളരെ വ്യക്തമായിട്ട് അറിയുവാൻ പറ്റി. പക്ഷെ ശാശ്വതമായ ഒരു കാര്യം ഉണ്ട്. അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിത്യജീവൻ എന്ന് പറയുന്നത് ഏകസത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. അപ്പോൾ ആ അറിവിന് വേണ്ടി അവരെല്ലാം കൊടുക്കുവാനായിട്ട് അവൻ തയ്യാറായി. ആ തയ്യാറായതിൻ്റെ കാരണം എന്താണ്? അവന് സുബോധമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. എവിടെയോ കുറച്ച് അന്ധകാരമുണ്ട്. ആ സുബോധം പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പറയണം, യേശുവേ നിന്റെ കൃപ മാത്രം എനിക്ക് മതി. എൻ്റെ ബലഹീനതയിൽ നിന്റെ ശക്തി അവിടെ പ്രകടമാകും. അത് മതി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കും. പിന്നെ 9-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല,
ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാൽ ഞാൻ അവനിൽ കാണപ്പെടും. ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു സത്യം അവന് വെളിപ്പെടുത്തി കിട്ടി. കാരണം എന്താണ്? അവന്റെ ദൈവത്തിന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ അവന്റെ നീതി കൊണ്ട് അവന്റെ നിയമമനുസരണത്തിലുള്ള ആ നീതി കൊണ്ട് അവന് നിൽക്കുവാൻ പറ്റുകയില്ല, ന്യായീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അതിനുപരി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയുള്ള നീതി, അത് മാത്രമേ അവന് കണക്കാക്കപ്പെടുകയുള്ളൂ എന്നുള്ള വലിയൊരു ബോധ്യം കിട്ടി. അത് കിട്ടിയെന്നാണ് അവന് സുബോധമുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ പല വ്യക്തികളും അന്ധകാരത്തിൽ ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർ ആ നീതീകരിക്കപ്പെടുവാനായിട്ട് അവർ പ്രയത്നിക്കുകയാണ്, രാപകൽ അവർ പ്രയത്നിക്കുകയാണ്, പ്രാർത്ഥനകൾ ചെല്ലുകയാണ്, അവർ വളരെയധികം നല്ല പ്രവൃത്തികൾ ചെയ്യുകയാണ്. അവരുടെ നീതിയാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിച്ച് അവരങ്ങനെ പോവുകയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, I am not going to be found righteous by the righteousness in the law, but by righteousness in faith in Jesus Christ. യേശു ക്രിസ്തുവിനുള്ള നീതി മാത്രമേ എനിക്ക് കണക്കാക്കപ്പെടുകയുള്ളൂ എന്നുള്ള ആ അറിവ് അവന് കിട്ടി. അപ്പോൾ അത് എന്താണ്? അവന് യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടുമുട്ടൽ ഉണ്ടാകുകയും അങ്ങനെ അവന് സുബോധം വന്നതുകൊണ്ടാണ്. അപ്പോൾ ഹി വാസ് ഏബിൾ ടു ഒരു വാല്യൂ സിസ്റ്റം തന്നെ മാറി. അവൻ്റെ അസസ്മെൻറ്റ്, ഈവൻ ഒരു ആത്മീയ തലത്തിലുള്ള വാല്യൂ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഏതാണ് ശ്രേഷ്ഠമായത്, ഏതാണ് ശ്രേഷ്ഠമല്ലാത്തത് എന്ന് മനസ്സിലാക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുവാനും അവന് പറ്റി. പിന്നെ 10-ാമത്തെ വചനം ഒന്ന് വായിക്കാം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടത് തന്നെ. അപ്പോൾ അവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. that I may know him, അവനെ ഒന്ന് അറിയുവാൻ വേണ്ടി. ആ അറിവിലൂടെ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് ഒരു പങ്കാളിത്തം ഉണ്ടാവും. that I may share the power of his resurrection. പിന്നെ എന്താണ്? അവനോടുകൂടെ അവൻ്റെ സഹനത്തിൽ എനിക്കും ഒരു കൂട്ടായ്മ ഉണ്ടാകുവാൻ വേണ്ടി. ആ സഹനത്തിൽ കൂട്ടായ്മ എങ്ങനെയാണ്? അവനോടുകൂടി മരിക്കുവാൻ വേണ്ടി. കാരണം അവനറിയാം, പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു, അവനോട് സാദൃശ്യമായ ഒരു മരണത്തിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ അവനോട് സാദൃശ്യമായ ഒരു ഉയർപ്പിലും അവന് പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് അവന് ദൈവം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട്, പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് സുബോധം കിട്ടുക. ആ സുബോധം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെ എളുപ്പമാണ്, വളരെ വളരെ എളുപ്പമാണ്. ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. കാരണം നമുക്കറിയാം ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് എൻ്റെ നിത്യജീവനിലെ അത് സഹായിക്കുക, നിത്യജീവനിലേക്ക് എന്നെ കൊണ്ടുപോവുക, യേശുവിലേക്ക് എന്നെ അടുപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുവാനുമുള്ള കഴിവ് കിട്ടും. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാമത്തെ വചനം 25, 26, 27 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് ദൈവത്തോട് പറഞ്ഞാൽ മതി, ദൈവമേ നിൻ്റെ കൃപ മാത്രം എനിക്ക് മതി, എൻ്റെ ജഡം ബലഹീനമാണ്, പക്ഷേ എൻ്റെ ആത്മാവ് നിന്നെ തേടുന്നു, എനിക്ക് നിന്നോട് ഒരു ബന്ധം, ഒരു സ്നേഹബന്ധം ഉണ്ടാക്കണം, എനിക്ക് വേണം, നിന്നോട് അടുക്കണം എന്നുള്ള നമ്മുടെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം നമ്മൾ കാണിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. പിന്നെ അവിടെ ദൈവം പ്രവർത്തിക്കും. ഒന്ന് വായിച്ചേ, എസേക്കിയേൽ 36, 25, 26, 27. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. എങ്ങനെയാണ് നിർമ്മലീകരിക്കുന്നത്? നമുക്കറിയാം എഫീഷ്യൻസ് 5-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ളത്. യു വിൽ ബി ക്ലെൻസ്ഡ് ബൈ ദ വാഷിംഗ് ഓഫ് ദ വാട്ടർ ബൈ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം ഒന്ന് വായിക്കാം, എഫീഷ്യൻസ് 5:26. അവിടെ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ കൺവിക്ട് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. വായിച്ചു. അവൻ അവളെ വചനത്താലുള്ള ജലം കൊണ്ട് ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം വേണ്ട, അല്ല വചനം മാത്രം പോരാ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? വചനമാണ് നമ്മളെ വെടുപ്പാക്കുന്നത്. ആ വെടുപ്പാക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല, നമുക്ക് ദൈവത്തെക്കുറിച്ചോ അറിവും കിട്ടുകയില്ല. എന്ന് വായിച്ചേ ബാക്കി, മറ്റേ എസേക്കിയേൽ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും. എന്ത് തരും? ഒരു പുതിയ ഹൃദയം തരും. നമുക്കറിയാം ഹൃദയം, മനസ്സും ഹൃദയവുമായിട്ട് അല്ലേ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ് മനസ്സ് വഴി അത് ഓരോ പ്രവൃത്തിയിലോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ തന്നെ ഒരു രൂപാന്തരപ്പെടുത്തും. ഹി വിൽ മേക്ക് യു എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയൊരു സൃഷ്ടിയായിട്ട് ദൈവം മാറ്റും. ആ സൃഷ്ടി, ആ ഹൃദയം തന്നെ മാറ്റി. വായിച്ചു. ഒരു പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ആരുടെ ആത്മാവ്? ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മളിൽ നിക്ഷേപിക്കും.
ആ. ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. നമുക്കറിയാം ഹീബ്രൂസ് ഹെബ്രായരുടെ ലേഖനം 3-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ വിശ്രമത്തിലേക്ക് ദൈവത്തിൻ്റെ ജനത്തിന് പ്രവേശിക്കാൻ പറ്റാത്തത്. പറയുന്നുണ്ട് ഹൃദയ കാഠിന്യം, ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. കല്ല് ഹാർഡാണോ? യെസ്. അപ്പോൾ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട് മാറ്റുന്ന, അല്ലാതെ ഇവിടെ വന്നിട്ട് എന്നാ കരിങ്കല്ലിൻ്റെ ഇത് മാറ്റിയിട്ട് ഒരു ദശയുടെ ഇടുന്നതല്ല പറഞ്ഞേ. അവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇതിനാ ഒരു ഹാർഡ്നെസ് ഓഫ് ഹാർട്ട് മാറ്റിയിട്ട് ദൈവത്തെ സ്വീകരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുവാനും കഴിവുള്ള തക്ക വിധം ഒരു ഹൃദയം തരുമെന്ന് വായിച്ചേ. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും. ആരാ നടത്തുന്നത്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല നടക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ എന്താണ്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിക്ഷേപിച്ച് കഴിയുമ്പോൾ പിന്നെ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ സുബോധമുള്ളവരാണ്. അവർ ദൈവം ചിന്തിക്കുന്നത് പോലെയും ദൈവം പ്രവർത്തിക്കുന്നത് പോലെയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? അതൊന്നും കൂടെ വായിച്ച് 27 ഒന്നും കൂടെ വായിച്ച്. നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും. ഐ വിൽ മേക്ക് യു വാക്ക് ഇൻ മൈ സ്റ്റാറ്റ്യൂട്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ എന്നെ നടത്തും. കാരണം എന്താണ്? എൻ്റെ എതിര് വരുന്ന എല്ലാ അന്ധകാര ശക്തിയെയും യേശു ക്രിസ്തു 2007 കൊല്ലം മുമ്പ് ആ കുരിശേൽ നശിപ്പിച്ചു. അതിൻ്റെ മുകളിൽ ജയമെടുത്തു. കാരണം 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം പറയുന്നത് ഹല്ലേലൂയ, the son of man manifested himself that he might destroy the works of the devil. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിൻ്റെ പ്രവൃത്തികൾ, എന്നിലും നിങ്ങളിലുമുള്ള പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ ആ ദൈവപുത്രൻ്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നതെങ്കിൽ എന്നെ എല്ലാ ദൈവത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ് അനുസരിച്ച് നടക്കുവാൻ ദൈവമായിരിക്കും എന്നെ നടത്തുന്നത്. വായിച്ചേ. പിന്നെ നിങ്ങൾ എൻ്റെ വിധികൾ അനുസരിച്ച് അനുഷ്ഠിക്കും. ആമേൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. ആമേൻ. നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. അപ്പൊ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. ഒന്നെന്താണ്? ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് പ്രാപിക്കാൻ പറ്റും. പിന്നെ ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകുകയാണ്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമാകുമെന്നുള്ള. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. അതല്ലേ ജെറമയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അതെന്തിനാണ്? നിന്റെ ക്ഷേമത്തിനാണ്, അല്ലേ? നിനക്കൊരു പ്രത്യാശയും ഒരു ഭാവിയും തരുവാൻ വേണ്ടിയാണ്, അല്ല നിന്റെ നാശത്തിന് വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ നാശത്തിന് വകയാകുകയില്ല. കാരണം അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തന്നെയാണ്. അത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി യേശു ക്രിസ്തുവിന് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സ് സമർപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് റോമരുടെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഡു നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബൈ എ റിന്യൂവൽ ഓഫ് യുവർ മൈൻഡ്സ് ബി ട്രാൻസ്ഫോംഡ്. അപ്പോൾ എൻ്റെ മനസ്സിന് ഒരു നവീകരണം സംഭവിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുകയില്ല. there will not be a transformation in my life unless there is a renewal of my മൈൻഡ്. അപ്പോൾ എനിക്ക് സുബോധമില്ലാതെ എനിക്ക് ഒരു പുതിയ സൃഷ്ടി, യേശുവിൽ ഒരു പുതിയ സൃഷ്ടി ആകുവാൻ പറ്റുകയില്ല.